മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെ നേതാക്കൾക്ക് ഓർമ്മപ്പെടുത്തലുമായി CR മഹേഷ്. പാർട്ടി തന്നതാണ് എല്ലാമെന്നും ഒന്നും ആരും കൊണ്ടുവന്നതല്ലെന്നും CR മഹേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ധർമ്മടത്തും പയ്യന്നൂരും എതിർവികാരമുണ്ടാകാമെങ്കിൽ മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അത് സംഭവിക്കാം. ഇത് CPM മണ്ഡലങ്ങൾക്ക് മാത്രമല്ല ബാധകമെന്നും CR മഹേഷ് ഓർമ്മപ്പെടുത്തി. ലിജോ റോളൻസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ലിജോ, നേരത്തെയും കഴിഞ്ഞ ദിവസവും CR മഹേഷിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരുന്നു. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത് എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. എല്ലാ നേതാക്കൾക്കും ഒരു വിമർശനം CR മഹേഷിന്റെ ഭാഷയിൽ, അല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ, കാരണം 10 വർഷത്തിന് ശേഷം അധികാരം ലഭിച്ചിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒരു തീരുമാനമാകാത്തതിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയുള്ള നേതാവാണ് കരുനാഗപ്പള്ളി MLA ആയിരുന്ന ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന CR മഹേഷ്. 2 ദിവസം മുൻപ് ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. വളരെ രസകരമാണെങ്കിൽ പോലും ഈ ആലിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ പലരുടെ അവസ്ഥ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം അതല്പം കൂടി തന്റെ അതൃപ്തി വ്യക്തമാക്കുന്ന ഒരു രീതിയായിരുന്നു. ഇന്ദിരാഭവന് മുന്നിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത്. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ആ അതൃപ്തി തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പരിഹാസ രൂപേണ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് CR മഹേഷ് തന്റെ അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാം പാർട്ടി തന്നതാണെന്നും ഒന്നും ആരും കൊണ്ടുവന്നതല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകണം. നേതാക്കന്മാർ ആരെയായാലും അത് പാർട്ടി സൃഷ്ടിച്ചെടുത്തതാണ്, അല്ലാതെ ആരും നേതാക്കന്മാരായി വന്നതല്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തലിലൂടെ പറയുന്നത്. CPMന്റെ ഉറച്ച കോട്ടയ ധർമ്മടത്തും പയ്യന്നൂരിലുമൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വോട്ട് ചോരാമെങ്കിൽ അത് CPMന് മാത്രമല്ല കോൺഗ്രസിന് കൂടെയുള്ള ഒരു മുന്നറിയിപ്പായി ഇത്തരത്തിൽ CR മഹേഷ് MLA ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പലയിടത്തും 50,000, 60,000 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ ആണ് ആളുകൾ കോൺഗ്രസ് MLA-മാരെ UDF MLA-മാരെയൊക്കെ വിജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിജയത്തിന്റെ ശോഭ കെടുത്താത്ത രീതിയിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുകയും വേണം. പല്ലുകുത്തി മണപ്പിക്കുന്നതിനെയും സുഗന്ധമായി കാണുന്ന ചില ആളുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ, അതായത് സ്വന്തം അത്തരത്തിൽ ഒരു തീരുമാനമാകാതെ അത് ഇത്തരത്തിൽ പുകച്ച് കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതിനുള്ള ഒരു എതിർപ്പാണ് CR മഹേഷ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രൂപേണയായിരുന്നു ഒരു എതിർപ്പ് എന്തായാലും വരുന്നത്. ഇത് മഹേഷിന്റെ മാത്രമല്ല, മറ്റു പല MLA-മാരോടുമൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അവർക്ക് മണ്ഡലത്തിലെ പ്രവർത്തകരും നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രഷറുണ്ട്. കാര്യം വലിയൊരു വിജയം, അപ്രതീക്ഷിതമായി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം പലർക്കും ലഭിച്ചിട്ടും ഈ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമാകാതെ പോകുന്നത് പ്രവർത്തകരെയും നേതാക്കളെയും ഒരുപോലെ വളരെയധികം വിഷമത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്.